ഈ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആരോടും പറയാനും പറ്റൂല, ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാവൂല. ശരിക്കൊന്നും സന്തോഷിക്കാൻ കഴിയില്ല. സദാസമയം ഒറ്റപ്പെട്ടുകൊണ്ട് ഒന്ന് ഉറങ്ങിയിട്ട് കാലങ്ങളോളായിട്ടുണ്ടാവും. സമാധാനപരമായിട്ടൊന്ന് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. അത്തരം ആളുകളെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കണം. അങ്ങനെ ഒരു ചേർത്ത് പിടിക്കേണ്ട ഒരാളെ കാണിച്ചു തരട്ടെ, കണ്ടു നോക്കി. അമ്മ പറഞ്ഞു തുണി കഴുകിടാൻ. തുണി എടുത്തപ്പോൾ എനിക്ക് ഡിപ്രഷൻ, തുണി കഴുകാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറയുന്നത് കുഴപ്പമില്ല, പോയി പാത്രം കഴുകാൻ പാത്രം എടുത്തപ്പോൾ എനിക്ക് ഡിപ്രഷൻ, പാത്രം കഴുകാൻ പറ്റുന്നില്ല. അന്നേരം അമ്മ പറയുന്നെങ്കിൽ പോയി അരിക്ക് തീയെങ്കിലും എരിക്കാൻ പോയിരുന്നപ്പോൾ എനിക്ക് ഡിപ്രഷൻ, തീ എരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഡിപ്രഷൻ കാരണം. ആകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് 3 നേരം ചോറ് കഴിക്കാൻ പറ്റും, അതിനൊരു ഡിപ്രഷനും ഇല്ല. ഇത് വല്ലാത്ത ഡിപ്രഷൻ ആയിപ്പോയി. അമ്മ അലക്കാൻ പറഞ്ഞ ഡിപ്രഷൻ, ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ ഡിപ്രഷൻ. പക്ഷെ ഇത് സാധാരണ ഡിപ്രഷൻ പോലെ അല്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഒരു ഡിപ്രഷനും ഇല്ല. ഇതൊരു പ്രത്യേക തരം ഡിപ്രഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പണി എടുക്കാനാവില്ല, നേരത്തിന് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കണം. വല്ലാത്ത ജാതി ഡിപ്രഷൻ തന്നെയാണോ?